സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് നാളെ തുടക്കമാകും. ടൂർണമെന്റിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് വേദി. ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ടീമുകൾ കളത്തിലിറങ്ങും. സൂപ്പർ സ്മാഷുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക മാച്ചുകൾക്ക് ഇന്നു മുതൽ തുടക്കമായി. വിവരങ്ങളുമായി മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, എന്തൊക്കെ ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്? മീഡിയ വൺ ഒരുക്കുന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റായ സൂപ്പർ സ്മാഷ് നടക്കാനിരിക്കുന്ന റിയാദിലെ റായിദ് പ്രോ കോർട്ടിലാണ് ഞാനിപ്പോൾ നിലവിൽ ഉള്ളത്. നാളെയാണ് മത്സരങ്ങൾക്ക് തുടക്കമാവുക. ഇവിടുത്തെ 9 കോർട്ടുകളിലായിട്ടായിരിക്കും മത്സരങ്ങൾ പുരോഗമിക്കുക. 13 രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം കളിക്കാരായിരിക്കും നാളെ മത്സരത്തിന് ഇറങ്ങുക. അതിൻ്റെ ടൂർണമെൻറ്റിൻ്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ മാർക്കറ്റിംഗ് പ്രതിനിധി ആയിട്ടുള്ള അമൽ മക്ബൂൽ കൂടെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അമൽ മക്ബൂലിനോട് ചോദിച്ചറിയാം. എന്തൊക്കെയായി ഇവിടുത്തെ ഒരുക്കങ്ങൾ? ഇവിടെ ഇപ്പം 9 കോർട്ടിലായിട്ട് കളികൾ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം 500ഓളം പ്ലെയേഴ്സ് വരാൻ നിൽക്കുകയാണ്. 3 ദിവസമായിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് 2 ദിവസമായിട്ട് വെക്കാനും, പക്ഷെ ഇത്രയും എൻട്രീസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് 3 ദിവസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. 13 നാഷണാലിറ്റീസോളം ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ടൂർണമെൻറ്റിൽ. അതിൽ ചൈനീസ് ഉണ്ട്, ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാരുണ്ട്, ഫിലിപ്പീനോസ് ഉണ്ട്, ഇന്തോനേഷ്യൻസ് ഉണ്ട്, ഇന്ത്യക്കാർ തന്നെ ഒരു 300ഓളം ഉണ്ട്. അതല്ലാതെ 150ഓളം വേറെ നാഷണാലിറ്റീസ് ഉള്ള ആൾക്കാരും വരുന്നുണ്ട്. ഇവിടെ കളിക്കാർക്ക് വേണ്ടി എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്? അവർക്ക് വേണ്ടി നമ്മൾ റിഫ്രഷ്മെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് ഫുൾ സർവീസ് ഉണ്ട് ഇവിടെ. എല്ലാവിധ സർവീസുകളും നമ്മൾ നൽകുന്നുണ്ട്. മീഡിയ വൺ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ടൂർണമെന്റുമായിട്ട് അല്ലേ? അപ്പോൾ എന്താണ് പറയാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട്? ഇങ്ങനെ ഒരു ടൂർണമെന്റ് ആദ്യമായിട്ടാണ് നടത്തുന്നത്. ബാഡ്മിൻ്റൺ ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ചെറുപ്പം മുതലേ വളർന്ന കുട്ടിയാണ്. അപ്പം ഞാൻ പണ്ടേ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ലെവലിൽ മീഡിയ പ്രസൻസോടെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇത് ആദ്യമായിട്ടാണ് മീഡിയ പ്രസൻസോടെ ബാഡ്മിൻ്റൺ ഇവിടെ നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ ബാഡ്മിൻ്റൺ കമ്മ്യൂണിറ്റി തന്നെ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഫിലിപ്പിനോസ് ഒക്കെ ആയിരുന്നു ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ക്യാഷ് അവാർഡ് അടക്കം ഉള്ള സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഈ സമ്മാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നല്ല അടിപൊളി ട്രോഫീസൊക്കെ, ഷട്ടിലിൻ്റെതും പ്രൈസ് മണിയും ഉണ്ട്, ഷട്ടിലിൻ്റെ ഷേപ്പിലുള്ള ഒരു ട്രോഫിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ സൗദി ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള അമ്മാർ അവാദായിരിക്കും ഇവിടെ വരിക ആ ഒരു സമയത്ത് ഗസ്റ്റായിട്ട്. ഇതല്ലാണ്ട് ഞങ്ങളൊരു എക്സിബിഷൻ മാച്ചും കൂടി വെക്കാൻ വിചാരിക്കുന്നുണ്ട് നാളത്തെ ഇനോഗ്രേഷൻ്റെ സമയത്ത്. അതിൽ ഇന്തോനേഷ്യൻ പ്ലെയർ ആയിട്ടുള്ള ഒരു ആഷിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും ഇന്ത്യൻ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള നവനീത് ആൻഡ് ബെൻസൺ അവരും ഇതിൽ കളിക്കും. ഞങ്ങൾ ഹെഡ് കോച്ചിൻ്റെ കൂടെ അമ്മാറിൻ്റെ കൂടെ. ഓക്കെ, താങ്ക് യു. വിജയാശംസകൾ. അപ്പോൾ എന്തായാലും മീഡിയ വൺ സൂപ്പർ സ്മാഷ് നാളെ 5:30 മണി മുതൽ ആരംഭിക്കും. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ.